ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് 4 മണിക്ക് ചായക്കൊക്കെ ഒരു അടിപൊളി കടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനൊരു ഗ്ലാസ് ഈ അളവിന് പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. ഇതേ ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 3/4 ഗ്ലാസ്സിന് അരിപ്പൊടി. നമുക്ക് 4 മണിക്ക് ചായക്കൊന്നും കടിയില്ലാതെ അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു അടിപൊളി ഒരു കടി ഉണ്ടാക്കണം. അതിന് ഗ്യാസ് ഞാൻ കത്തിച്ച് വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഒരു 1/4 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാൽ സ്പൂൺ മുളകും പൊടി, ഒരു 1/4 സ്പൂണ് ഗരം മസാല, ഇട്ട് കൊടുക്കാൻ ആവശ്യത്തിന് ഇതിൽ ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം തിളക്കുന്നുണ്ട്, പൊടി ഇട്ട് കൊടുക്കാം. പൊടി കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 4 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. തീ നല്ല കുറക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ടൊരു പൊരിച്ചെടുക്കാൻ പറ്റിയതാണ്. ഇപ്പം മാവ് ഇവിടെ കുഴച്ച് നല്ലതുപോലെ തന്നുകൊണ്ട് കുഴച്ചിട്ട് നമുക്ക് ഇതാക്കാൻ തുടങ്ങാം. നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണ് ജീരകം ഒന്ന് ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇത്. ചായക്ക് കടിക്ക് എല്ലാം കുഴക്കണം കേട്ടോ. നല്ലതുപോലെ ഇതപ്പോൾ നമ്മളെ മാവ് ഇവിടെ കുഴച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയ ബോളാക്കിയിട്ട് ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ വട്ടുണ്ടാക്കിയിട്ട് നമ്മളവിടെ ഇതേപോലത്തെ അരിപ്പുണ്ടാവൂലേ, അത് വെച്ചിട്ട് അതിമ വെച്ചിട്ട് ഇതിങ്ങനെ പരത്തുക. നമുക്ക് എത്ര നമുക്ക് ആവശ്യിച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരിക. രണ്ട് വശവും ഇതേപോലെ ഇങ്ങനെ കൂട്ടുക. വീണ്ടും ഇതിൽ എടുക്കുക. അടുപ്പത്ത് വെച്ച് തിളച്ചാൽ നമുക്കിത് ഓരോന്നായിട്ട് നമുക്ക് അരിക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മാവായിട്ട് ഇപ്പോൾ ഇതേ ഇത്തിരിയും കിട്ടിയിട്ടുണ്ട്.
തരത്തിൽ നമുക്ക് മാവിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ ഒരു വശം ആയിട്ടുണ്ട്. നമുക്കിത് അപ്പുറം മറിച്ചിടാം. ആവാൻ നല്ല സമയം പിടിക്കൂട്ടോ. എണ്ണയിൽ ഇടുന്നിട്ട് ഇങ്ങനെ ഇവിടെ തീ ഇങ്ങനെ ഗ്യാസ് പാന്